ഷാമ, ഇന്ന് എ റഹീമിൻ്റെ പ്രസംഗം കേട്ടായിരുന്നോ? വിഴിഞ്ഞത്ത്. കേട്ടായിരുന്നു. അങ്ങനെ നല്ല പ്രസംഗമല്ലേ? എന്ത് പറ്റി? അതൊരു മൂളലിനൊരു ഇല്ല, ചേട്ടൻ പറഞ്ഞോ? ചേട്ടൻ ചോദിക്കുമ്പോഴല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എ റഹീം DYFIയുടെ ദേശീയ പ്രസിഡന്റാണ്, MP, രാജ്യസഭ MP ആണ്. അപ്പം ആ പ്രസംഗത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ട്രോളുകളൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ എന്താണ് ആ പ്രസംഗത്തെക്കുറിച്ചുള്ള ഷാമിൻ്റെ പ്രസംഗം? അതായത് സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ അർത്ഥമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കാണ് സ്കിൽ ഇൻ മാനേജിങ് പബ്ലിക് അഫേഴ്സ് എന്ന് പറഞ്ഞാണ് ആ പ്രസംഗം. അങ്ങനെ അദ്ദേഹം അതിനെ വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ട്രോളന്മാർ തുടങ്ങിയിട്ടുള്ള പ്രസംഗത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ട്രോളന്മാരൊക്കെ ഇങ്ങനെ എടുത്ത് ഇദ്ദേഹത്തെ ട്രോളി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇദ്ദേഹം കുറച്ച് നാൾ മുമ്പ് രാജ്യസഭയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ ഉണ്ടായ ആ പ്രസംഗത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരാൾക്ക് ഇംഗ്ലീഷ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അതവിടെ നിൽക്കട്ടെ, സ്കില്ലിന്റെ ഒരു മാനദണ്ഡമല്ല, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണ്ട. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ട്രോളന്മാരെടുത്ത് അദ്ദേഹത്തെ ഏറി കയറ്റിയിട്ട് പിന്നീട് അദ്ദേഹം വളരെ പതുക്കെ ചില കാര്യങ്ങളിലൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് വീണ്ടും ഏറിപ്പോകുന്നത്. തുടർച്ചയായിട്ട് ഏറിപ്പോകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതചര്യയായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പിണറായി വിജയൻ പ്രളയ സമയത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതൊരു CM ദ ക്രൈസിസ് മാനേജർ എന്ന് ഇന്റർനാഷണൽ മീഡിയ ഒക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായിട്ട് ഞാൻ ആ പ്രസംഗം കിട്ടില്ല, ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ട്രോൾ വഴിയാണ് ഇപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രോളന്മാരെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവൊന്നും പങ്കെടുക്കാത്തൊരു പരിപാടിയിൽ അദ്ദേഹത്തിന് എ റഹീമിന് ക്ഷണം ലഭിക്കുകയും അദ്ദേഹത്തിന് അവിടെ വേദിയിൽ പ്രസംഗിക്കാനുള്ള അവസരം ലഭിക്കുകയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എ റഹീം എന്ന് പറഞ്ഞത് നിരന്തരം ഈ ട്രോളന്മാർക്ക് വിഷയങ്ങൾ ഇട്ടുകൊടുക്കുന്ന ഒരാളായി അദ്ദേഹം മാറുന്നുണ്ട്. ഒരു എന്താ പറയാ, അദ്ദേഹം ഒരു ട്രോളന്മാർക്ക് ട്രോളന്മാരുടെ ഇരയെന്നല്ല, വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന, വേണ്ടത്ര വിഭവങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുന്ന, അവർക്ക് എന്താ പറയാ, ട്രോളിനുള്ള ദാരിദ്ര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഒഴിവാക്കി കൊടുക്കുന്ന, ട്രോളന്മാരുടെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഒഴിവാക്കി കൊടുക്കുന്ന ഒരാളാണ് എ റഹീം. അങ്ങനെ പറയും നമ്മൾ. അങ്ങനെയാണ് വലിയ ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. ചേട്ടൻ ഇഷ്ടപ്പെടണം. പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഇഷ്ടപ്പെടണം. ട്രോളായി പോകുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി ട്രോളന്മാരുടെ ഇഷ്ട കഥാപാത്രമായി മാറുന്നതിന് നമുക്ക് അല്ല, അതിന് വേറെ കാര്യമുണ്ട്. ആമസോൺ കാർഡ് കത്തിയപ്പോൾ ബ്രസീലിയൻ എംബസിയുടെ മുന്നിൽ പോയി സമരം ചെയ്തു. ഞായറാഴ്ച എംബസി അടച്ചു കിടക്കുമ്പോഴാണ് അവിടെ സമരം ചെയ്തത്. ഞായറാഴ്ച അവിടെ എംബസി അടഞ്ഞടക്കിയായിരുന്നു. ആ സമയത്താണ് അവിടെ പോയിട്ട് ബ്രസീലിയൻ എംബസിയുടെ മുന്നിൽ പോയി, എനിക്ക് തോന്നുന്നു ഒരു 10-12 പേരുണ്ടായിരുന്നു, അവിടെ പോയി സമരം ചെയ്തു. ആമസോൺ കാർഡ് കത്തിയതായിരുന്നു പുള്ളിയുടെ പ്രശ്നം അന്നത്തെ. അപ്പം അന്ന് രാജ്യത്ത് നിരവധി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഒന്നും എത്തി നോക്കാത്ത എ റഹീം, എന്തിന് അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുള്ള കേരളത്തിലേക്ക് പോലും എത്തി നോക്കാതെ, ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ പോലും ശ്രദ്ധിക്കാതെ ആമസോണിലേക്ക് പോയി എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ നാട്ടുകാർ ട്രോളി. അന്ന് ഇവിടെ കുറെ വിഷയങ്ങൾ വേറെ നടക്കുന്നുണ്ട്, അതിലൊന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം കാണുകയുണ്ടായില്ല. അദ്ദേഹം ഈ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മുതലേ അദ്ദേഹത്തിന്റെ നാക്കിൽ വരുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നു. നാവ് പിഴ എന്നൊക്കെ പറയാം അല്ലേ? നാവ് പിഴ എന്നല്ല, അദ്ദേഹം അതിനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്ന, അദ്ദേഹത്തിന്റെ പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, DYFIക്ക് CPM യാതൊരു ബന്ധവുമില്ല. CPMന്റെ പോഷക സംഘടന അല്ല. DYFIലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് CPM അല്ല. പിന്നെ DYFIയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. DYFIയുടെ DYFIയിലെ നേതാക്കളെ തെരഞ്ഞെടുക്കുന്നത് CPM അല്ല. ഇതൊക്കെ പറഞ്ഞ CPMന്റെ പ്രധാനപ്പെട്ട നേതാവിനെ DYFIയുടെ ചുമതല ആ നേതാവിന് ഉണ്ടാകത്തില്ലേ? അല്ല, നാട്ടുകാരെന്ത് ഇത് കേട്ട നാട്ടുകാരെന്ത് വിചാരിക്കും? അല്ല, ഞാൻ അത് അങ്ങനെ നാട്ടുകാർ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ചേട്ടന്റെ ആരാധന പുരുഷനായ ആരാധന എന്നല്ലേ അദ്ദേഹത്തിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത്. പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ്. അങ്ങനെ അത് പോട്ടെ. പിന്നെ അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തു. ഇദ്ദേഹത്തിന് പിന്നെ 2017 എനിക്കൊന്ന് പ്രൊഫസർ വിജയലക്ഷ്മിയാണെന്ന്, കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വിജയലക്ഷ്മി, യൂണിവേഴ്സിറ്റി കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ 7 ലക്ഷം രൂപ യൂണിവേഴ്സിറ്റി യൂണിയൻ ചോദിച്ചു. കലാപരമായിട്ടുള്ള പരിപാടികൾ, ഈ യൂണിയന്റെ പരിപാടി നടത്തുന്നതിന് വേണ്ടി, കലോത്സവം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് 7 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ
പിന്നെ ഇതിന്റെ ചാർജുള്ള പ്രൊഫസർ വിജയലക്ഷ്മി പറഞ്ഞു നേരത്തെ വാങ്ങിയതിന്റെ ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞു. നേരത്തെ വാങ്ങിയായിരുന്നു. പൈസ മേടിച്ച് ഞാൻ ജോണേട്ടന് ഇവിടുത്തെ ചാർജ് ഉണ്ട്, ഞാൻ ജോണേട്ടൻ്റെ ഇന്ന് ഡെയിലി പൈസ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന കാര്യങ്ങൾ പൈസ വേണമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് മറ്റേ കൊച്ചിൻ ഹനീഫ ഇങ്ങനെ എഴുതി കാണിക്കുന്ന ഇതെല്ലാം ഇങ്ങനെ എയറിൽ വായുവിൽ എഴുതി കാണിക്കാൻ പറ്റില്ല, ബില്ല് വേണ്ടേ, ബില്ലില്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്തു, വിജയലക്ഷ്മിയെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളായിട്ടുള്ള 100-200 പേരും ചേർന്നിട്ട് 3 മണിക്കൂർ പ്രൊഫസറെ അവിടെ തടഞ്ഞു നിർത്തി. അവരതിൽ പരാതി കൊടുത്തു. അവർ പരാതി കൊടുത്തത് അവരെ ശാരീരികമായും മാനസികമായും പിന്നെ ടോർച്ചർ ചെയ്തു, ഉപദ്രവിച്ചു, അവരുടെ ജോലി തടസ്സപ്പെടുത്തി. കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത് വലിയ വകുപ്പൊക്കെ ഇട്ട് കേസെടുത്തു. അന്ന് ആലോചിക്കണം, 2017 2017 കാലഘട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നമായി. പിന്നെ ഇതിൽ അദ്ദേഹത്തിനടക്കം എന്ത് ചെയ്തു, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. പിന്നെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അതായത് ഹാജരാവുന്നില്ല, കോടതിയിൽ ഹാജരാവുന്നില്ല. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച പത്രിക പ്രകാരം, വർക്കലയിൽ മത്സരിക്കുന്ന സമയത്ത് സമർപ്പിച്ച പത്രിക പ്രകാരം അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തിന് 37 കേസുകളുണ്ട്. എല്ലാം നോൺ ബെയിലബിൾ കേസുകളാണ് ഭൂരിഭാഗവും. നോൺ ബെയിലബിൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകളാണ്. ഇതിൽ ഒരെണ്ണത്തിൽ പോലും ഈ പറയുന്ന പല കേസുകളിലും ഇദ്ദേഹം കോടതിയിൽ ഹാജരാകാറില്ല. ഈ കേസിലും അദ്ദേഹം ഹാജരായില്ല. അപ്പൊ ജഡ്ജിക്ക് ദേഷ്യം കയറി. ജഡ്ജി പ്രോസിക്യൂഷനോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ജഡ്ജി പറഞ്ഞു, ഇദ്ദേഹമാണല്ലോ ഇന്നലെ ചർച്ച ഇരുന്ന് അവതരിപ്പിച്ചു, അത് പിന്നെ ആരായിരുന്നെന്ന് ചോദിച്ചു. ഇന്നലെ ഒരു ചാനലിന്റെ തിരുവനന്തപുരം സ്റ്റുഡിയോ ഇരുന്ന് സംസാരിച്ച പിന്നെ ആരായിരുന്നെന്ന് പ്രോസിക്യൂഷനോട് മജിസ്ട്രേറ്റ് ചോദിച്ചു. ദേഷ്യപ്പെട്ടു. മജിസ്ട്രേറ്റിന് കലി വന്നു. അതിന്റെ പേരിൽ ഇദ്ദേഹം അടക്കമുള്ള 12 പേർക്കും അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചു. അങ്ങനെ അന്നാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു യമണ്ടൻ പോസ്റ്റ് എടുത്തിട്ട് കളഞ്ഞു. ഞാനിങ്ങനെ കേട്ടു റഹീമിനെതിരെ പിന്നെ ഇത് അറസ്റ്റ് വാറണ്ടെന്ന് കേട്ടു, ആമസോണിൽ മിക്കവാറും ആമസോൺ സമരത്തിനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു പോസ്റ്റ് എടുത്ത് ഇട്ടുകൊടുത്തു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടാവുകയുണ്ടായി. പിന്നീട് ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ഈ പിന്നെ ഇതുണ്ടല്ലോ, ആരാ നമ്മുടെ പിന്നെ കണ്ണൂരിലെ തില്ലങ്കേരിയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന വേറെ വിഷയങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും തലയൂരി വിട്ടു. പിന്നീട് ഇദ്ദേഹത്തിന് ഇതൊരു പുരോഗമന സംവിധാനമാണ്, ഒരു പുരോഗമന പ്രസ്ഥാനമാണ്. വിവാദ വിഷയങ്ങളിൽ ഒന്നും ഇദ്ദേഹം ഇങ്ങനെ അവിടെ ഇവിടെ തൊടാത്ത വിഷയങ്ങളിൽ ഒരു അഴികുഴമ്പൻ നയങ്ങൾ ചില കാര്യത്തിൽ സ്വീകരിക്കും. CPM-ന്റെ ഒരു സംസ്ഥാന സമിതി അംഗം ഇടയ്ക്ക് പറഞ്ഞു, മലപ്പുറത്ത് ഒരു തട്ടവിവാദം ഉണ്ടാക്കിയായിരുന്നു. തട്ടമിടാൻ ആഗ്രഹിക്കാത്ത പിന്നെ പെൺകുട്ടികൾ മലപ്പുറത്തുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അതെ, വലിയൊരു പേര് പറയുന്നുണ്ട് ഇതില്. ഈ കഥാപാത്രങ്ങളുടെ ഒന്നും പേര് പറയാൻ പോകണ്ട, ഇതൊക്കെ അവര് പറയും, ഞങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കിയതാ എന്നൊക്കെ പറഞ്ഞു കളയുന്നൊരു ഭാഗമുണ്ട് ഇതിനകത്ത്. അപ്പോ പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തോട് ഇത് സംബന്ധിച്ചുള്ള വിഷയമെല്ലാം ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, DYFIക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല, അത് CPM ആണ്, CPM-ന്റെ സംഘടനയിൽ നടക്കുന്ന കാര്യത്തിൽ DYFI ഇടപെടേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾ യൂത്തിന്റെ ഭാഗമാണ്, യുവാക്കളുടെ സംഘടനയാണ്, CPM-ന്റെ യുവാക്കളുടെ സംഘടനയാണ്. ഉടനെ ട്രോളന്മാർ എവിടെ പോയി ഈ ബൈറ്റും എടുത്ത് ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് DYFIക്ക് CPM-മായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന 2 ഭാഗം കൂടെ എഴുതി ക്ലബ് ചെയ്ത് അടിച്ചു വെച്ചു കൊടുത്തു. ഇത് ഇദ്ദേഹത്തിന്റെ വ്യാപകമായിട്ട് ഇദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചു. അതുപോലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പറഞ്ഞു, ചാണ്ടി ഉമ്മൻ ഒരു കാരണവശാലും ജയിക്കത്തില്ല, ഇവിടെ ഉമ്മൻചാണ്ടിയോടുള്ള വികാരങ്ങളൊന്നും അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല, ഇവിടെ വികസനമാണ് ചർച്ച ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വൻ തള്ളി. അത് ബൈറ്റ് ഇതെന്താ ഡിജിറ്റൽ മീഡിയയുടെ കാലഘട്ടമല്ലേ, ട്രോളന്മാർ ഇതും എടുത്തു വെച്ചു. അതിനുശേഷം പ്രശസ്തമായ ഒരു മുദ്രാവാക്യം ഉണ്ടോ, ഓർമ്മയുണ്ടോ? ഏതാ? ജോറാണ് എന്നുള്ളതല്ലേ. അദ്ദേഹം ഒരു 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 കളിക്കുടുക്കയായി മാറുകയാണ്. അത് ട്രോളന്മാർക്ക് വേണ്ടുന്ന വിഭവങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു നല്ലൊരു കഥാപാത്രം, വിഭവങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകുന്നു. പിന്നീട് ഇദ്ദേഹത്തിനെതിരെ 1 വർഷത്തെ ശിക്ഷ പ്രഖ്യാപിച്ചു കളഞ്ഞു. 1 വർഷം ശിക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ SFI 2013 നടത്തിയ ഒരു സമരത്തിന്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി 1 വർഷം തടവ് ശിക്ഷിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങളിൽ ഇദ്ദേഹം ചെന്ന് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ചാടുക, പിന്നീട് ഒരു കാര്യം പറയുക, പിന്നെ അപ്പുറത്ത് പോയിരുന്ന് അതിനെ വേറെ രീതിയിൽ വിശദീകരിക്കുക, പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ അദ്ദേഹം മറന്നു പോവുക. പിന്നെ ഇദ്ദേഹം ഇപ്പൊ ഈ മേയറെ കൊണ്ടുപോയി കുഴിച്ചടിച്ചു. മേയറെ കൊണ്ടുപോയി കുഴിച്ചടിച്ചു. മേയറെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് വന്നിറങ്ങിയിരിക്കുന്നു. അപ്പൊ മേയർ ഓൾറെഡി എയറിലാണ്.
മേയർ എയറിലാണ്, മേയറിന്റെ ഭർത്താവ് എയറിലാണ്, കംപ്ലീറ്റ് ടീമുകളും എയറിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എയറിൽ നിന്നവരെ എല്ലാം കൂടെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് റഹീം ഡബിൾ എ റഹീമിനെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തു. അപ്പോൾ ഈ ഡബിൾ എ റഹീം വന്നിട്ട് ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് പറഞ്ഞു സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്ന് പറഞ്ഞു. ബസ്സിൽ കയറി എന്ന് പറഞ്ഞു. അതോടുകൂടി കംപ്ലീറ്റ് പൊളിഞ്ഞില്ലേ. അവിടുന്ന് ഇവരുടെ ഈ പറയുന്ന നാടകം പൊളിഞ്ഞത്. നാടകത്തിൽ ഈ നാടകം വളരെ ഒരു വിധത്തിൽ കുഴപ്പമില്ലാതെയൊക്കെ ഈ പറയുന്ന AKG പിന്നെ ഇതിന്റെ സമിതി, AKG സമിതി സെന്ററിന്റെ സമിതി ഉണ്ടല്ലോ, AKG സെന്ററിലെ സമിതി, ഒരു സമിതിയുണ്ട്. ആ സമിതിയാണ് ചില നാടകങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നല്ല നേതാക്കളൊന്നും അതിനെ അനുകൂലിക്കാൻ പോകില്ല, അടങ്ങിയിരിക്കാൻ പറയും. ചില നേതാക്കളുണ്ട്, അവർ ഈ DYFIയുടെ ഉത്തരവാദിത്തമുള്ള ചില നേതാക്കളും ഇത്തരത്തിലുള്ള ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ഗോഡ് ഫാദർ ആയിരിക്കുന്ന ചില നേതാക്കളുണ്ട്. അവരാണ് ഈ നാടക സമിതിയുടെ പിന്നെ ഡയറക്ടർമാരായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം നാടകം നല്ല രീതിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് റഹീമിന്റെ റോൾ വരുന്നത്. റഹീമിന്റെ റോൾ വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് കയ്യടി. ഇതാ ഇപ്പം നടക്കും നാടകം, വൻ വിജയം, യദുവിനെ ഇപ്പം എടുത്ത് കൈകാര്യം ചെയ്ത് കളയുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് റഹീം വന്ന് ഇങ്ങോട്ട് ഇരുന്നു. കംപ്ലീറ്റ് ആൾക്കാരും കൈയടിക്കാതിരുന്നപ്പോഴത്തേക്ക് നാടകത്തിൽ വന്ന പ്രധാന കഥാപാത്രം തുടങ്ങി. എവിടെ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് അങ്ങ് പൊളിച്ചു. അവർ ഇത്രയും നേരം ആ കഥയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയിട്ടില്ല എന്നും മാന്യമായി അദ്ദേഹം വളരെ മാന്യനായി അല്ലയോ യദുവെന്ന ഭവാനെ, താങ്കൾ ഈ ഭവതിയോട് സംസാരിച്ചത് മോശമല്ലേ എന്നൊക്കെയാണ് സച്ചിൻ ദേവ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് ഈ പറയുന്ന നാടക സമിതി ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ സ്ക്രിപ്റ്റ് മൊത്തം ഈ കഥാപാത്രം വന്നങ്ങ് പൊളിച്ചെന്നേ. അതോ മെയിൻ കഥാപാത്രം ഈ ഒരു കഥയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ട ടീം വന്നിട്ട് ഈ കഥയെ മൊത്തത്തിൽ കോമഡിയാക്കി കളഞ്ഞു. അങ്ങനെ അതോടുകൂടി പുള്ളി എയറിലാണ്. അങ്ങനെ പുള്ളി അതോടുകൂടി പുള്ളി മേയറിന്റെ കൂടെ പുള്ളിയും പോയി എയറിൽ. അത് മേയർ ഒരു പരിധി വരെ കയറി പോയെങ്കിൽ പുള്ളി അതിനേക്കാൾ മേളിൽ പുള്ളി പറന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇതാണ് വിഷയം. ഇപ്പൊ വീഴിഞ്ഞാത്ത വിഷയം. ഇനിയിപ്പോ വീഴിഞ്ഞാത്ത വിഷയം എടുത്തിട്ട് ക്രൈസിസ് മാനേജ്മെന്റ് എന്ത് പറഞ്ഞിരിക്കുന്ന അറിയാമോ? CM ദ ക്രൈസിസ് മാനേജർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രളയം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. മാക്സിമം സംഭരണ ശേഷിയിൽ എത്തിക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കവേ അതിൽ കൂടുതലായി ജലം ഡാമിലേക്ക് എത്തി. മാക്സിമം സംഭരണ ശേഷിയിൽ, അതായത് നമുക്ക് സംഭരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് എന്നുള്ള വിശ്വാസത്തിൽ എന്താ പറയാ ജലത്തിന്റെ നീരൊഴുക്ക് അറിയാതെ, വെള്ളത്തിന്റെ നീരൊഴുക്ക് മനസ്സിലാക്കാതെ മാക്സിമം സംഭരിക്കാൻ അവിടെ ശ്രമം നടത്തി. മാക്സിമം സംഭരിച്ചു വെക്കുക. ഇപ്പം എന്താ പറയാ, നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന വലിയ പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കി വിടാമെന്ന ധാരണയിലാണ് ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നീരൊഴുക്കിന്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കാതെ ചെയ്തു വെച്ചപ്പോൾ എന്ത് ചെയ്തു, ഇത് വല്ലാതെ കയറി കൂടി. പിന്നെ ഇവരുടെ പിടിവിട്ടുപോയി. പാതിരാത്രിയിൽ അനൗൺസ് ചെയ്യേണ്ടി വന്നു ഇത് തുറക്കാൻ. ആരറിയും? കൊച്ചു കുട്ടികൾ, ഇപ്പം ജോണേട്ടന് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരല്ലേ, ഈ പൊടി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ജോണേട്ടൻ എങ്ങനെയായിരിക്കും ഈ മൊബൈൽ എടുത്ത് വെച്ച് TV ഓണാക്കി വെച്ചിരിക്കും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത്? അത് സൈലന്റ് ചെയ്ത് അവിടെ മാറ്റി വെക്കില്ലേ? TV ഓണാക്കി ഇട്ടിട്ട് ജോണേട്ടൻ വാർത്തയും കേട്ട് ഫുൾ സൗണ്ട് ഇട്ടേ ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ വൈഫ് എണീറ്റ് വരും. പിന്നെ നിങ്ങൾ പോയി ഉറക്കാൻ പറയും. അതെ, ഇതുപോലെ ഒരുപാട് ജനങ്ങൾ ഇത് അറിഞ്ഞില്ല. ഒരുപാട് പേര് ഇത് അറിയാതെ പോയി, ഇത് തിരിച്ചറിയാതെ പോയി. അങ്ങനെയാണ് പല പാവങ്ങളും ഇതിൽ വന്ന് പെടുകയും അവർക്ക് എന്തുമാത്രം നഷ്ടമുണ്ടായി. ഇവർ വലിയ എന്താ പറയാ പിന്നെ നാശനഷ്ടത്തിന്റെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. ചേടാ, നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റ് ഒരാൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര കാലം നടക്കണം? നഷ്ടപ്പെട്ടു പോയ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മൾ ഇത്രയും കാലം സമ്പാദിച്ചെടുത്ത നമ്മൾ ഈ പിന്നെ എന്താ പറയുക കായിക ഇനത്തിലോ കലാരംഗത്തോ സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയത് എങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറ്റും? ഇത് എത്ര കാലം വേണ്ടി വരും? പിന്നെ ഇത് ഞാൻ തന്നെ പലർക്കും പിന്നീട് ഈ പ്രളയത്തിന് ശേഷം ഞാനാണെന്ന് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റ് കയറി ഇറങ്ങേണ്ടി വന്നു. ചേട്ടാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വന്നു പലയിടത്തും. ലോൺ എടുക്കാൻ പല ബാങ്കിലും പോകുമ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ. ഇതിന്റെ ടെക്നിക്കൽ വശം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രളയത്തിന്റെ ഈ വീട് ഇടിഞ്ഞതും കെട്ടിടം ഇടിഞ്ഞതും അതുപോലെയുള്ള മരണപ്പെട്ടത് ഇങ്ങനെയുള്ള കണക്കാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്നതിന് അവന് ആവശ്യമായി വേണ്ടുന്ന ആഹാരമോ പാർപ്പിടമോ ഒന്നും അല്ലാതെ അവന് വേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളോ സമ്പത്തും അല്ലാതെ അവൻ ഇത്രയും അവന്റെ ജീവിതത്തിൽ സമ്പാദിച്ച മറ്റു കാര്യങ്ങളോ സർട്ടിഫിക്കറ്റ് പോലെയുള്ള എന്താ പറയാ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, രേഖകൾ ഇത് നഷ്ടപ്പെട്ടു. ഇത് ചെറിയ കാര്യമാണോ? എന്നിട്ട് അദ്ദേഹത്തിനെ ഇന്ന് പോയി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് മാനേജിങ് സ്കിൽ, സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, പിന്നെ എന്താ പറഞ്ഞ CM ദ ക്രൈസിസ് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് വിഴിഞ്ഞത്തെ പോയി വിഴിഞ്ഞമാണ് വിഷയം. വിഴിഞ്ഞമാണ് വിഷയം. വിഴിഞ്ഞം പറഞ്ഞാൽ പോരെ?
പോയി പഴയ പ്രളയകാലത്തെ കുത്തിത്തിരിപ്പ് പൊക്കിയെടുത്തുകൊണ്ട് വീണ്ടും ഏറിപ്പോകേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്? ഇത് ട്രോളന്മാർ ഇദ്ദേഹത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാ ആളുകളെ ഇറക്കിയിട്ടു. അല്ല, ട്രോളന്മാർക്ക് ഇപ്പോൾ ഈ ട്രോളന്മാർക്ക് ഈ നമ്മുടെ പിന്നെ ഗോവിന്ദൻ മാഷും ആവശ്യത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്. ഇദ്ദേഹവും തമ്മിൽ ഇക്കാര്യത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. ട്രോളന്മാർക്ക് മുന്നിൽ ഞാനായിരിക്കും പ്രധാനം എന്നതിൽ നടക്കുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും വെട്ടിച്ചുകൊണ്ട് കടക്കാൻ ശ്രമിച്ച ആര്യയെ ഒരു പരിധി വരെ ഇപ്പോൾ താഴേക്ക് ഇറക്കിക്കൊണ്ടാണ് എ റഹീമിന്റെ കരുത്തുറ്റ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മുന്നേറട്ടെ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.